തിരുവനന്തപുരം മാറനല്ലൂരിലെ കുടുംബശ്രീ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. വായ്പയുടെ പേരിൽ നടന്ന പണപ്പിരിപ്പിനെതിരായ പരാതിയിലാണ് പരിശോധന. കുടുംബശ്രീയിലെ വിവിധ ഇടപാടുകളിലുള്ള ക്രമക്കേടാണ് വിജിലൻസ് ശാസ്തമംഗലം യൂണിറ്റ് പരിശോധിക്കുന്നത്. ഇവരുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ക്രമക്കേട് സംബന്ധിച്ച തെളിവുകൾ, രേഖകൾ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? പരിശോധന ഇപ്പോഴും തുടരുകയുമാണോ? സുരേഷ്, അല്പസമയം മുമ്പാണ് പരിശോധന വിജിലൻസിന്റെ ശാസ്തമംഗലം യൂണിറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം മാറനല്ലൂർ കേന്ദ്രീകരിച്ച് കുടുംബശ്രീ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വായ്പകൾ കൊടുത്തിരുന്നു. ഈ വായ്പകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പണപ്പിരിവുകൾ നടന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നിരുന്നു. കുടുംബശ്രീ അംഗങ്ങൾ തന്നെ വിജിലൻസിൽ പരാതിയും നൽകിയിരുന്നു. ഈ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന ഇന്ന് മാറനല്ലൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായി നടന്നത്. കുടുംബശ്രീ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു പരിശോധന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശോധനയിൽ 3ഓളം രസീത് കുറ്റികൾ ഉൾപ്പെടെ, വ്യാജ രസീത് കുറ്റികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇത്തരത്തിൽ രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇന്നാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു പരിശോധനയിലേക്ക് വിജിലൻസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും കുടുംബശ്രീ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് വായ്പകൾ നൽകി വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് സഹായങ്ങളും നൽകി വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു രീതിയിലുള്ള പണപ്പിരിവോ മറ്റോ നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വായ്പകൾ നൽകുമ്പോൾ വ്യാജ രസീത് കുറ്റികൾ നിർമ്മിക്കുകയും ഇതിന്റെ പേരിൽ വ്യാജ പണപ്പിരിവ് നടക്കുന്ന പരാതികളും ഉയർന്നിരുന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന ഇപ്പോൾ ശാസ്തമംഗലം വിജിലൻസ് യൂണിറ്റ് നടത്തിയത്. എന്തായാലും കൃത്യമായ രേഖകളും ഒപ്പം തന്നെ പണപ്പിരിവ് നടത്തിയതിന്റെ വിവരങ്ങളും രേഖകളും അടക്കം വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സുരേഷ്.